രീതിക്കും ഒരു വെള്ളം കൊണ്ട് ഈ വണ്ടി ഇപ്പോൾ പൊക്കാൻ പറ്റുന്നത്. വളരെ 8-9 കിലോമീറ്റർ വണ്ടി ഉള്ളൂ. ഓക്കെ, ഒരു വെള്ളം കൊണ്ട് ഞാൻ പൊക്കി കാണിച്ചു തരാം. 8 വെള്ളം കൊണ്ടാണ് പൊക്കിയത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ഞാനിന്നൊരു ബൈസൈക്കിൾ വാങ്ങാൻ വേണ്ടി അതിൻ്റെ ഷോറൂമിലേക്ക് പോവുകയാണ്. ഓൾറെഡി ഞാനിത് ബുക്ക് ചെയ്ത സൈക്കിളാണ്, അതുകൊണ്ട് ഇനി അവിടെ പോയിട്ട് വാങ്ങുക അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഷോറൂം വരുന്നത് നമ്മുടെ പേൾ ഖത്തറിലാണ് ഇതിൻ്റെ ഷോറൂം വരുന്നത്. വാങ്ങാൻ പോകുന്ന സൈക്കിള് കാനോണ്ടേലിൻ്റെ ക്വിക്ക് 5 എന്നാണ് ഇതിൻ്റെ പേര്. ഏതായാലും പിന്നെ ഈ സൈക്കിള് വാങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറേ റിസർച്ച് നടത്തിയിട്ടാണ് ഈ സൈക്കിള് വാങ്ങാൻ തീരുമാനിച്ചത്. ഇതൊരു ഹൈബ്രിഡ് ബൈക്കാണ്. ഇനി ഏതായാലും ഞാൻ അവിടെ എത്തിയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചത്, പിന്നെ അതിനുശേഷം സൈക്കിളിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ സൈക്കിള് വാങ്ങാൻ വേണ്ടിയിട്ട് സൈക്കിൾ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഈ ഷോപ്പ് വരുന്നത് പേൾ ഖത്തറിൻ്റെ ഉള്ളിലാണ് ഈ ഷോപ്പ് വരുന്നത്. റാസൻ സ്പോർട്സ് ആണ് ഈ ഷോപ്പിൻ്റെ പേര്. ഈ സൈക്കിളിൻ്റെ റേറ്റ് ഉണ്ട് 12,175. ഈ സൈക്കിളാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. കാനോണ്ടേലിൻ്റെ ക്വിക്ക് 5 ആണ് സൈക്കിളിൻ്റെ പേര്. ഇതൊരു ഹൈബ്രിഡ് ബൈക്കാണ്. സൈക്കിൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആ സൈക്കിളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് അങ്ങനെ വണ്ടിയുടെ പിറകുവശം വെച്ചിട്ടുണ്ട്. സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ഏതായാലും റൂമിലെത്തിയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സൈക്കിള് അങ്ങനെ വാങ്ങി റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ സൈക്കിള് ഓട്ടാൻ തുടങ്ങിയിട്ടില്ല. വേറൊന്നുമല്ല, ഹെൽമെറ്റ് വാങ്ങണം, പിന്നെ കുറച്ച് ലൈറ്റ് അങ്ങനെയുള്ള ആക്സറീസൊക്കെ വാങ്ങാനുണ്ട്. ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കാൻ പാടില്ലല്ലോ. ഹെൽമെറ്റ് നമ്മുടെ സേഫ്റ്റി ആണല്ലോ ഫസ്റ്റ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ മാർക്കറ്റിൽ നല്ല നല്ല ഹെൽമെറ്റൊന്നും ഇപ്പോൾ സ്റ്റോക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹെൽമെറ്റ് വാങ്ങിയ ശേഷം റൈഡിങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എനിക്ക് പറയാനെന്തറിയോ, എനിക്ക് സത്യം പറഞ്ഞാൽ സൈക്കിളിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ അറിവില്ല കേട്ടോ. ഞാൻ ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടാണ് എത്ര തരം സൈക്കിളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആദ്യം തന്നെ ബിഗ് താങ്ക്സ് ആയിരിക്കും നമ്മുടെ സൈക്ലോപീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. അവർ സൈക്കിളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത് എത്ര തരം സൈക്കിളുണ്ട്, ഏത് തരം സൈക്കിൾ നമ്മളൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ്. ബിഗ് താങ്ക്സ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുതരാം. സൈക്കിൾ നമുക്ക് എല്ലാവർക്കും 3 ടൈപ്പായിട്ട് 3 കാറ്റഗറി ആയിട്ട് സൈക്കിളിനെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് റോഡ് ബൈക്ക്, അതായത് നമ്മുടെ സ്പീഡിലേക്ക് ഈ റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന റോഡ് ബൈക്ക്. പിന്നെ രണ്ടാമത് MTB. പിന്നെ ഇതുപോലത്തെ ഒന്ന് ഹൈബ്രിഡ് ബൈക്ക്. നോർമലി ഒരു എക്സസൈസ് പേർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനം ഈ റോഡ് ബൈക്ക് തന്നെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു
2 വർഷം മുമ്പ് ഒരു MTB ബൈക്ക് വാങ്ങിയിരുന്നു, ഈ ഇതുപോലെ എന്താണ് അതിൻ്റെ പേര്, നമ്മുടെ ഹമ്മർ എന്നൊക്കെ പറഞ്ഞ ഫോൾഡിങ് ബൈക്കൊക്കെ ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് ഉപയോഗിച്ച ആളാണ് ഞാൻ. ഒരാഴ്ച വരെ സൈക്കിൾ ഞാൻ ചവിട്ടി, പിന്നെ അത് കുറേ നാൾ വീട്ടിൽ വെച്ചു, പിന്നെ അത് കൊടുക്കേണ്ടി വന്നു. ശരിക്കും നമുക്ക് ചവിട്ടാൻ പറ്റും, നല്ല വണ്ടിക്ക് നല്ല വെയിറ്റും കാര്യമുണ്ട്. അന്നൊക്കെ എനിക്ക് സൈക്കിളിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പിന്നെയാണ് ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കുറച്ച് ഐഡിയാസ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് സൈക്കിൾ വാങ്ങുമ്പോൾ നമ്മുടെ സൈസ് നോക്കിയിട്ടൊക്കെ വാങ്ങണമെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു മീഡിയം സൈസ് ബൈക്കാണ്. മീഡിയം എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ ഓരോ സൈക്കിളും ഓരോരോ സൈസാണ്. ഇപ്പോൾ ഇതിപ്പോൾ കാനഡേലിൻ്റെ ഈ ക്വിക്ക് 5 എന്നാണ് ഇതിൻ്റെ സൈസിൻ്റെ ചാർട്ട് വരുന്നത്. 165 സെൻറ്റിമീറ്റർ മുതൽ 177 സെൻറ്റിമീറ്റർ ഉള്ള ആളുകൾക്ക് മീഡിയം ബൈക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ സൈസ് നമ്മുടെ ഹൈറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ സൈക്കിൾ ചൂസ് ചെയ്യാൻ, ആദ്യത്തെ ഒരു കാര്യം. പിന്നെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ പേർപ്പസ്, അതനുസരിച്ചിട്ട് വേണം ഞങ്ങൾ സൈക്കിൾ വാങ്ങാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സാധാ ഇങ്ങനെ ഓഫീസിലൊക്കെ ആളിപ്പോൾ ഒരുപാട് ആൾ ഈ സൈക്കിൾ എടുത്തൊക്കെ പോകുന്നത്, അവർക്കൊക്കെ പറ്റിയ ബൈക്കാണ് ഇതുപോലുള്ള ഈ ഹൈബ്രിഡ് ബൈക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്, അലൂമിനിയം. പിന്നെ എനിക്കിതിൻ്റെ കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേബിൾ വരുന്നുണ്ടല്ലോ, ഇത് ഇന്റേണൽ കേബിളാണ്. ഇതിൻ്റെ ഉൾവശത്തൂടെയാണ് ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ ഒരു കാര്യം, എനിക്ക് കൂടുതലായിട്ട് സൈക്കിളിനെ പറ്റിയിട്ട് പറയാനുള്ള അറിവൊന്നുമില്ല, അതുകൊണ്ട് തെറ്റുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ ഇതിൻ്റെ ഗിയറൊക്കെ വരുന്നത് ഷിമാനോൻ്റെ ഒരു ഗിയർ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ M15 റാപ്പിഡ് ഫയർ 2x7 ആണ് ഇതിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത്. ഷിമാനോ ടൂർണി ആണ്. പിന്നെ ബ്രേക്ക് ആണെങ്കിൽ ഡിസ്ക് ബ്രേക്കാണ് ഇതിൻ്റെ വരുന്നത്. പ്രോമാക്സ് അങ്ങനെയാണ് അതിൻ്റെ പേര് പറഞ്ഞത്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ്. ചെയിൻ വരുന്നത് ഇതിൻ്റെ ഒരു KMC അവൽപ്പെട്ടതാണ് ഇതിൻ്റെ ചെയിൻ വരുന്നത്. ടയർ ഏതാണ്? ടയർ വരുന്നത് ഷോൾബീൻ്റെ ഒരു ടയറാണ്. ഈ ഷോൾബീൻ്റെ സ്പൈസർ എന്ന് പറയുന്ന ടയറാണ് ഇതിന് വരുന്നത്. 700x35C ആണ് ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വീൽ സൈസ് വരുന്നത് 700C ആണ് ഇതിൻ്റെ വീൽ സൈസ് വരുന്നത്. പിന്നെ പറയേണ്ടതാണ് ഇതിൻ്റെ കളറ് നല്ല റെഡ് കളറാണ്. സത്യം പറഞ്ഞാൽ ഇത് എടുക്കാനുള്ള കാരണം, ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് എവിടെയും സൈക്കിള് കിട്ടാനില്ല. ഞാൻ ഒരുപാട് തവണ നോക്കിയിട്ടൊന്നും സൈക്കിള് കിട്ടാൻ, ലാസ്റ്റ് അങ്ങനെയാണ് ഈ ഒരു സൈക്കിള് ഇതിൻ്റെ ഷോപ്പിൽ ഈ ഒരൊറ്റ സൈക്കിള് മാത്രമേ ഉള്ളൂ. ഈ ഒരു കമ്പനിയുടെ ഒരൊറ്റ സൈക്കിള് മാത്രമേ ഉള്ളൂ ഈ മീഡിയം സൈസിൽ. ബാക്കി എല്ലാ സ്റ്റോക്കും തീർന്നിരിക്കണം. ഒന്നാമത് ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ഈ നമ്മുടെ ഈ ഷിപ്മെൻ്റൊക്കെ വളരെ സ്ലോ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ കേരളത്തിലാണെങ്കിലും സൈക്കിളൊന്നും ഇപ്പോൾ കിട്ടാനില്ല. ഗൾഫിലാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജിമ്മൊക്കെ ക്ലോസ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ആളുകളൊക്കെ ഈ ഒരു എക്സസൈസ് പർപ്പസിന് ഇപ്പോൾ ഈ സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പിന്നെ ഈ സൈക്കിൾ വാങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഖത്തറിൽ തന്നെ ഈ ഒരുപാട് സൈക്കിൾ ട്രാക്ക് ഉണ്ട്. ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞാൽ സ്പോർട്സിന് ഒരു മുഖ്യ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ട്രാക്ക് എന്ന് പറഞ്ഞാൽ അൽക്കോർ മുതൽ ദോഹ വരെ ഈ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. ഏകദേശം 50-60 കിലോമീറ്റർ വരെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. സൈക്കിളിൽ മാത്രം പോകാൻ വേണ്ടി രാത്രി നമുക്ക് റൈഡ് ചെയ്യാം. അങ്ങനെയുള്ള സൗകര്യമൊക്കെ നമുക്കുണ്ട്. പിന്നെ നമ്മുടെ വെയിറ്റൊക്കെ ഒന്ന് കുറക്കൊക്കെ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈക്കിൾ വാങ്ങാനുള്ള കാരണം. ഈ വണ്ടി വാങ്ങുമ്പോൾ തന്നെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തത്. നമ്മൾ പെട്ടെന്ന് ഒരു വണ്ടി പെട്ടെന്ന് വാങ്ങാൻ പാടില്ല. നമ്മുടെ പർപ്പസ് എന്താണ്, നമ്മുടെ ആവശ്യം എന്താണ്, അതനുസരിച്ച് മാത്രമേ നമ്മൾ ഇതുപോലുള്ള സൈക്കിളൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ വാങ്ങിയ ക്യാഷ് കൊണ്ട് എനിക്ക് നാട്ടിലിട്ട് നല്ലൊരു ബൈക്കൊക്കെ വാങ്ങാൻ പറ്റും. അതവിടെ ഇരിക്കട്ടെ. അതല്ലല്ലോ നമുക്ക് മെയിനായിട്ട് നമ്മുടെ എക്സസൈസ് പർപ്പസിനാണ് നമ്മൾ ഈ സൈക്കിള് വാങ്ങിയത്. ഓക്കെ, പിന്നെ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ആവശ്യം എന്താണ്, അതനുസരിച്ച് മാത്രം വാങ്ങിയാൽ മതി. ഞാൻ പിന്നെ ആദ്യം വാങ്ങാൻ തീരുമാനിച്ച ട്രക്കിൻ്റെ FX3 ബൈക്കാണ് വാങ്ങാൻ തീരുമാനിച്ചത്. നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും ട്രക്കിൻ്റെ വണ്ടിയൊന്നും ഇപ്പം വരുന്നില്ല, എല്ലാം സ്റ്റോപ്പായിട്ടുള്ളത്. എനിക്കിപ്പോൾ എല്ലാം അടുത്ത മാസമായിട്ട് വണ്ടി വരുന്നൊക്കെ പറയുന്നത്. ഇതെന്തോ ഭാഗ്യത്തിന് ഈ കാനഡേലിൻ്റെ Q5 ലാസ്റ്റ് ഒറ്റ പീസ് മാത്രമേ അതിൻ്റെ ഷോറൂമിൽ ഉണ്ടായിട്ടുള്ളൂ.
അത് എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടി. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ പോയിട്ട് ഇതങ്ങ് വാങ്ങുകയും ചെയ്തത്. ഞാൻ പറഞ്ഞാണ് ഈ വണ്ടിക്ക് വളരെ വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് ഈ വണ്ടി ശരിക്കും എന്നെ പോലത്തെ ആളുകൾ ശരിക്കും ഒരു വിരലുകൊണ്ട് ഈ വണ്ടി പൊക്കാൻ പറ്റുന്നത്. വളരെ എനിക്കൊന്ന് 8-9 കിലോമീറ്റർ വണ്ടി ഉള്ളൂ. ഓക്കെ, ഒരു വിരലുകൊണ്ട് ഞാൻ ഒന്ന് പൊക്കി കാണിച്ചു തരാം. 8 വിരലുകൊണ്ടാണ് പൊക്കിയത്. കുറച്ച് വെയിറ്റ് ഉണ്ട്, പക്ഷെ ഇതിലും വെയിറ്റ് കുറഞ്ഞ വണ്ടിയൊക്കെ ഉണ്ട്. 5-6 കിലോയുള്ള വെയിറ്റ് ഉള്ള വണ്ടിയൊക്കെ ഉണ്ട്. എന്നാലും ഇത് എനിക്കിപ്പോൾ ഒരു വിരലുകൊണ്ട് പൊക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും കൂടി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, വളരെ വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് വെയിറ്റ് കുറവ്. ഇപ്പോൾ രണ്ട് കൈയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂളായിട്ട് ഇങ്ങനെ എടുക്കാം. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഹെൽമെറ്റും പിന്നെ അങ്ങനെയുള്ള മറ്റുള്ള ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം ഞാനിപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റൈഡിങ്ങിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക റൈഡിങ് കംഫർട്ടൊക്കെ എങ്ങനെയാണെന്ന് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതായാലും എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നതുവരെ ബൈ.